സംസ്ഥാനത്ത് ജൂൺ മാസം ലഭിക്കേണ്ട മഴയിൽ വൻ കുറവ്. സാധാരണ ലഭിക്കേണ്ടതിൽ നിന്നും 65% മഴയുടെ കുറവാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആന്റണി ഉണ്ട്. ആന്റണി, വിശദാംശങ്ങൾ. ഇത്തവണ മഴയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ മാസം ലഭിക്കേണ്ട മഴയിൽ 65% കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങളുമായി ആന്റണി ഉണ്ട്. ആന്റണി, വിവരങ്ങൾ എന്തൊക്കെയാണ്? എബി, ഈ മഴയിൽ കഴിഞ്ഞ ജൂണിൽ, അതായത് ഈ കാലവർഷം എത്തിയിട്ട് വലിയ രീതിയിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ അവസാന കണക്കുകൾ പ്രകാരം ജൂണിൽ ഇതുവരെ ഏതാണ്ട് 65% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 577.08 മില്ലിമീറ്റർ മഴയാണ് ഈ മാസം ഇതുവരെ ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ലഭിച്ചത് 203.5 മില്ലിമീറ്റർ മഴ മാത്രമാണ്. അതായത് 65% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ജില്ലകളിൽ ഉൾപ്പെടെ മഴയുടെ അളവിൽ വലിയ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിലാണ്. 82% കുറവാണ് വയനാട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ 607.3 മില്ലിമീറ്റർ ആണ് ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ലഭിച്ചത് 111.1 മില്ലിമീറ്റർ മഴ മാത്രമാണ്. കോഴിക്കോട് 76% കുറവ് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഇടുക്കിയിലും കാസർഗോഡും 73% വീതവും പാലക്കാട് 72% വീതവും മഴ കുറഞ്ഞു. കണ്ണൂർ, കോട്ടയം, മലപ്പുറം, തൃശൂർ ജില്ലകളിലും മഴയുടെ അളവിൽ വലിയ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലും സമാനമായി. ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ കുറഞ്ഞത്. മറ്റു ജില്ലകളിലും സമാനമായി തന്നെ മഴയുടെ അളവിൽ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എവിടെയും ശക്തമായ ഒരു മഴ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്കറിയാം, കാലവർഷം എത്തുമ്പോൾ സാധാരണഗതിയിൽ നല്ല രീതിയിൽ മഴ ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇടവിട്ടുള്ള മഴ ഒക്കെയാണ് കാണുന്നത്. നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഈ അറബിക്കടലിൽ രൂപപ്പെട്ട ബിബർജോയ് ചുഴലിക്കാറ്റ് അത് വലിയ രീതിയിൽ കാലവർഷത്തെ ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മഴയെ, ഈ ജൂൺ മാസത്തിൽ പെയ്യേണ്ട മഴയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ, അടുത്ത 2 ആഴ്ചകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുറവ് പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ മഴയുടെ അളവിൽ ഗണ്യമായ കുറവ് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ ജൂൺ മാസത്തിൽ പെയ്യേണ്ട മഴ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇത് ഇന്നലത്തെ കണക്കുകളാണ്. പുതുക്കിയ കണക്കുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. അത് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ കണക്കുകളിൽ ഇനിയും മാറ്റം വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മഴ പ്രതീക്ഷിച്ച പോലെ കാലവർഷം കേരളത്തിൽ ശക്തമായി വരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് മഴ കൂടുതൽ കനക്കും എന്നുള്ളതാണ്. നിലവിൽ ന്യൂനമർദ്ദ പാത്തി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏതായാലും മഴ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബി, ആന്റണി, ഈ നിലവിൽ ഇത്തരത്തിൽ മഴയുടെ മുന്നറിയിപ്പുകളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ ഈ ഏതാണ്ട് 5 ദിവസത്തേക്ക് ശക്തമായ രീതിയിലുള്ള മഴ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് ഈ കാലവർഷവുമായി ബന്ധപ്പെട്ട മഴയുടെ ലഭ്യതയായിട്ടല്ലേ കണക്കാക്കുന്നത്? അത് ഈ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി മാത്രം ഉണ്ടാകുന്ന മഴയായിട്ടാണോ കണക്കാക്കുന്നത്? കാലവർഷത്തിന്റെ മഴയായിട്ട് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കാരണം കേരളത്തിൽ മൺസൂൺ കഴിഞ്ഞ ജൂൺ ആദ്യവാരം തന്നെ കേരളത്തിലേക്ക് മൺസൂൺ എത്തിയിരുന്നു. പക്ഷേ മൺസൂൺ പൊതുവെ ദുർബലമാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ സാധിച്ചത്. നിലവിൽ ഈ ബിപർജോയ് ചുഴലിക്കാറ്റ്, ഈ മൺസൂണിന്റെ തുടക്കത്തിലാണ് അറബിക്കടലിൽ ബിപർജോയ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത്. അത് വലിയ രീതിയിൽ ഈ മഴയെ ബാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ചില ന്യൂനമർദ്ദങ്ങൾ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ കേരള തീരം, ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ മഴ അടുത്ത ദിവസങ്ങളിലൊക്കെ കൂടുതൽ ശക്തമായി തന്നെ വരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വകുപ്പ് പ്രധാനമായും പറയുന്നത്. ഇപ്പോഴുള്ള ഈ ആശങ്ക പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ, ഈ അടുത്ത 2 ആഴ്ചകളിലൊക്കെ ഈ കാണുന്ന മഴയുടെ കുറവ് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പക്ഷേ ഈ കുറവ് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വലിയ കുറവ്, 65% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എബി, ജൂൺ മാസത്തിൽ ലഭിക്കേണ്ട മഴയിൽ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 65%
കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ് ഇതിൻ്റെ ഒരു കുറവ് ഭീകരമായ രീതിയിൽ തന്നെ അനുഭവപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ആന്റണിയാണ്.